ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ആണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 69 പ്രോബ്ലംസ് ആണ്. നമുക്ക് 5 പ്രോബ്ലംസ് ആണുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ അക്കോർഡിംഗ് ടു പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നമ്പറിന് ഇപ്പം 181 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഇത് ഹൺഡ്രഡ്സ് ആണ് പ്ലേസ് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഡെസിമൽ ഫോംസിനും പ്ലേസുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 4.28 എന്ന് പറയുമ്പോൾ ഇത് 4 എന്ന് പറയുന്നത് എന്താണ്, വൺസ് പ്ലേസ് ആണ്. ഇനി ഡെസിമൽസിൻ്റെ വരുമ്പോൾ എങ്ങനെയാണ്, 1/10 ആണ് പ്ലേസ് വരുന്നത്. ഓക്കെ, 1/10, 1/100, 1/1000 ഇങ്ങനെയാണ് ഡെസിമൽ ഫോംസിൻ്റെ പ്ലേസ് വരുന്നത്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഓക്കെ, 4.5 ആണ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്താൽ നമ്മൾ 2 രീതിയിൽ എഴുതണം. ബോക്സിലാക്കിയിട്ട് എഴുതണം, അല്ലാതെ എഴുതണം. അപ്പോൾ നമുക്ക് 4.5 എന്ന് പറയുമ്പം നമുക്ക് 4 എന്ന് പറയുമ്പം 4.5, 4 എന്ന് പറയുമ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസ് ആണ്. 5 എന്ന് പറയുമ്പോൾ 1/10 ആണ് പ്ലേസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 4 × 1 + 5 × 1/10 ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്, 4 × 1, 4ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. 5 × 1/10, 5ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്, 5ൻ്റെ പ്ലേസ് വാല്യൂ 1/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് വേറൊരു രീതിയിലും കൂടി എഴുതണം. ബോക്സ് വരച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ബോക്സ് വരയ്ക്കുക. ഓക്കെ, 2 റോസും വേണം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ കോളംസും നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ 4.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സിൻ്റെ വൺസ് പ്ലേസ്, 10 പ്ലേസ് അങ്ങനെ പോകും. ഡെസിമൽ ആൻസാർ 1/10, 1/100. ഓക്കെ, ഇവിടെ നമ്മൾ 4 എവിടെ എഴുതേണ്ടത്, വൺസിൻ്റെ പ്ലേസിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 4 എന്ന് എഴുതി. ഇനി 5 എവിടെയാണ് എഴുതേണ്ടത്, 1/10ൻ്റെ പ്ലേസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 2 രീതിയിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 4.57 അല്ലേ, 4.57 ആണ്. 4.57 നമ്മൾ എങ്ങനെ എഴുതും, 4ൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 1 ആണ്. 5ൻ്റെ എത്രയാണ്, 1/10 ആണ്. 7ൻ്റെ എത്രയാണ്, 1/100 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം. ഓക്കെ, 4.57. ഓക്കെ, അപ്പോൾ നമ്മൾ 4 × 1 പ്ലസ്, ഇനി 5ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്, 5 × 1/10, 5 × 1/10 പ്ലസ് 7ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്, 7 × 1/100. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതേണ്ടത്, 4 × 1, 4ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്, അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. പ്ലസ് 5ൻ്റെ പ്ലേസ് വാല്യൂ 1/10 ആണ്, 5 × 1/10 പ്ലസ് 7 × 1/100. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് വരച്ചിട്ടും ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എഴുതാം. 4.57 ആണ്. അപ്പം വൺസ്, ടെൻസ്, നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി. ഡെസിമൽ വരുമ്പോൾ 1/10, 1/100. ഓക്കെ, ഇനി 4 നമ്മൾ എവിടെ എഴുതും, 4 ഇവിടെ എഴുതും. 5 എവിടെ എഴുതും, 1/10 എഴുതും. അതായത് 1/10 ആണ് 5ൻ്റെ പ്ലേസ് വാല്യൂ. ഇനി 7ൻ്റെ പ്ലേസ് വാല്യൂ ഏതാണ്, 1/100. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ ആയിരിക്കും ബോക്സിൽ എഴുതിയാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4.572. 4.572. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും, 4ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. അപ്പോൾ 4 × 1. 5ൻ്റെ പ്ലേസ് വാല്യൂ 5 × 1/10. ഓക്കെ, പ്ലസ് 7ൻ്റെ പ്ലേസ് വാല്യൂ 1/100. ഓക്കെ, പ്ലസ് എഴുതണം, മസ്റ്റാണ്. ഇനി 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്, 2 × 1/1000. അപ്പോൾ മനസ്സിലായല്ലോ. 10, 1/10, 1/100, 1/1000, 1/10,000 അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. 4 × 1, 4 × 1 എന്ന് പറഞ്ഞാൽ 4ൻ്റെ പ്ലേസ് വാല്യൂ 1, 5 × 1/10 അതായത് 1/10, 7 × 1/100, 2 × 1/1000. ഇനി ഇതിനെ നമുക്ക് എന്തിൽ എഴുതണം, ബോക്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സ് വരയ്ക്കാം. ഓക്കെ, ബോക്സ് വരച്ചു. എന്നിട്ട്
നമ്മൾ കോളംസൊക്കെ അടയാളപ്പെടുത്തി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 4.572. ഓക്കെ, അപ്പോൾ നമ്മൾ 1, 10, 100 ഇതാണ് നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ. ഡെസിമലിൻ്റെ 1/10, 1/100, 1/1000. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇനി 4 എന്ന് പറയുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 4. ഓക്കെ, ഇനി 5 എവിടെ എഴുതും? 1/10ൻ്റെ പ്ലേസിൽ. 7 എവിടെ എഴുതും? 1/100ൻ്റെ പ്ലേസിൽ. 1/1000ൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ എഴുതുക? 2 ആണ് എഴുതുക. അപ്പോൾ ബോക്സിൽ എഴുതുന്നത് വളരെ എളുപ്പമാണ്, കൺഫ്യൂഷനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? 45.72. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത 4 വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 2 പ്ലേസ് വാല്യൂ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം 5ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്, 4ൻ്റെ എന്താണ് 10 ആണ്. അപ്പോൾ അഗെയിൻ ഇവിടെ വരുമ്പോൾ 1/10ഉം 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/100ഉം ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം? 45.72 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10 + 5 × 5ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1 ആണ്. പ്ലസ് 7ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/10 ആണ്. 7 × 1/10 പ്ലസ് 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/100 ആണ്. 2 × 1/100. ഓക്കെ, ഇനി നമുക്ക് ഇത് ബോക്സിലാക്കി എഴുതാം. ബോക്സിലാക്കി എഴുതുമ്പോൾ നമ്മൾ ബോക്സൊക്കെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 45.72 ആണ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിൻ്റെ നമ്മൾ 1, 10 ഇട്ടു. ഇവിടെ 1/10, 1/100, 1/1000. ഓക്കെ, 1/1000. അപ്പോൾ നമ്മൾ 4ൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 5 എഴുതും, ടെൻസിൻ്റെ പ്ലേസിൽ 4 എഴുതും. പിന്നെ 1/10ൽ എന്താ എഴുതുക? 7 എഴുതും. പിന്നെ 1/100ൻ്റെ അവിടെ എന്താ എഴുതുക? 2 എഴുതും. ഇങ്ങനെയാണ് നമ്മുടെ സ്പ്ലിറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? 457.2. ഓക്കെ, 457.2. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 1, 10, 100 അല്ലേ? 1, 10, 100. ഇത് 1/10. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4 × എങ്ങനെ എഴുതും? 4 × 4ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 100 ആണ്. ഓക്കെ, ഇനി 5 × 5ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 10 ആണ്. 7 × 1, 7ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. പ്ലസ് 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/10. ഓക്കെ, 1/10. ഇനി നമുക്ക് ഇത് ബോക്സിൽ എഴുതാം. ബോക്സിൽ എഴുതുമ്പോൾ ബോക്സ് നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇതേപോലെയൊന്നല്ല, നല്ല വൃത്തിക്ക് വരയ്ക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. 457.2. ഓക്കെ, അപ്പോൾ നമുക്ക് 1, 10, 100. ഓക്കെ, ഇവിടെ വരും 1/10, 1/100, 1/1000 അങ്ങനെ പോകും. ഓക്കെ, ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ എഴുതുക? 7 ആണ് എഴുതുക. 5ൻ്റെ പ്ലേസിൽ 10ൻ്റെ പ്ലേസിൽ 5 എഴുതും. 100ൻ്റെ പ്ലേസിൽ 4 ആണ്. 4ൻ്റെ പ്ലേസ് വാല്യൂ 100 ആണ്. 5ൻ്റെ പ്ലേസ് വാല്യൂ 10 ആണ്. 7ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. ഇനി നമുക്ക് 2ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 1/10. അപ്പോൾ നമ്മുടെ ബോക്സ് ഫില്ലായി. ഓക്കെ, പേജ് നമ്പർ 71 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പേജ് നമ്പർ 69 ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് പേജ് നമ്പർ 70ലെ പ്രോബ്ലംസ് ആണ്. അപ്പം ഫ്രാക്ഷണൽ ഫോംസും ഡെസിമൽ ഫോമിലും നമ്മൾ കൺവേർട്ട് ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മെഷർമെൻറ്റ് തരും, ഫ്രാക്ഷൻ ഫോമും തരും, ഡെസിമൽ ഫോമും തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ചേർന്നിട്ടാണ് 1 മീറ്റർ. 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. അതേപോലെ 1000 milligrams ഈക്വൽ ടു 1 gram. ഓക്കെ, അതേപോലെ 1000 grams ഈക്വൽ ടു 1 kg. പിന്നെ അതേപോലെ 1000 milliliters ഈക്വൽ ടു 1 ലിറ്റർ. ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റിൻ്റെ ഒരു സ്കെയിലാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ച് വെക്കണം. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. എന്തൊക്കെയാണ്? 1000 milliliter
ചേർന്നതാണ് 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അതേപോലെ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതേപോലെ തന്നെ 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്. 1000 ഗ്രാം ആണ് 1 kg എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. 1000 ഗ്രാംസ് ആണ് 1 കിലോഗ്രാം, 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 മീറ്റർ 30 സെൻറ്റിമീറ്റർ, അതിവിടെ തന്നിട്ടുണ്ട്, ചെയ്ത് തന്നിട്ടുണ്ട്. 4 മീറ്റർ എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ. അപ്പോൾ 100ൽ 30. ഓക്കെ, 30/100 അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന് നമ്മൾ ഡെസിമൽ ഫോം ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എത്ര സീറോസ് ഉണ്ട്, ഇവിടെ എത്ര സീറോസ് ഉണ്ട്, 100ൽ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമൽ കഴിഞ്ഞിട്ട് നമുക്ക് 2 പ്ലേസ് വേണം. അതാണ് ഇതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 30/100 എന്ന് പറയുമ്പം ഡെസിമൽ കഴിഞ്ഞിട്ട് നമുക്ക് 30 എന്ന് എഴുതാം. ഇവിടെ 0ന് വലിയ വാല്യൂ ഇല്ല, അതുകൊണ്ട് നമുക്ക് 4.3 എന്നും എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അങ്ങനെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് നോക്കാം. 4 മീറ്റേഴ്സ് 3 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 മീറ്ററും 3 സെൻറ്റിമീറ്ററും. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ മീറ്റർ ആണല്ലോ, അപ്പോൾ നമ്മൾ അതിനെ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ എഴുതേണ്ടത്, 100 ആണ്, 100/3 അല്ലേ. അപ്പോൾ 3/100 മീറ്റേഴ്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 4 കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഡെസിമൽ പോയിൻ്റ് വേണം, ഇവിടെ 2 പ്ലേസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 വെറുതെ എഴുതാൻ പറ്റില്ല, നമ്മൾ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 0 ഇവിടെ അല്ല ആഡ് ചെയ്യേണ്ടത്, ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, നേരത്തെ നമ്മൾ 4.30 എന്നാണ് എഴുതിയത്. അതെന്തുകൊണ്ടാണ്, ഇവിടെ 30 ആയിരുന്നു, ഇവിടെ 3 ആണുള്ളത്. അപ്പോൾ നമ്മൾ 4.03 എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് 4 മീറ്റർ 3 മില്ലി ലിറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1000 മില്ലി മീറ്റേഴ്സ് ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4ന് അത് എഴുതി, മില്ലിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1000 ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ 4/1000 എന്ന് എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ഇത് ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോൾ 4 കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേണം, 1 2 3 സീറോസ് ആണുള്ളത്. അപ്പം 3 പ്ലേസ് വേണം. അപ്പം 3 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതി, ബാക്കി നമ്മൾ സീറോസ് കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, 4.003. ഓക്കെ, 4.003 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 3 കിലോഗ്രാം 200 ഗ്രാംസ്. അപ്പം കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു, 1000 ആണ്. ഓക്കെ, 1000 ഗ്രാംസ് ആണ് 1 കിലോഗ്രാം എന്ന് പറയും. അപ്പം നമുക്ക് 3 പിന്നെ എന്തെഴുതും, ഇവിടെ 200 ഗ്രാംസ് ആണ്. അപ്പം 200/1000. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ 3 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് നമുക്ക് 3 പ്ലേസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 200 എന്ന് പറയുമ്പോൾ നമുക്ക് 0യും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ആണുള്ളത് അല്ലേ, 2 ആണുള്ളത്. അപ്പോൾ 200 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2. ഇവിടെ എത്ര, അതായത് ഈ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് എത്ര 0 എന്നാലും അതിന് വാല്യൂ ഇല്ല. പക്ഷേ ഇവിടെ ആണ്, അതേസമയം 3.002 എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇവിടെ 3.2 എന്ന് പറഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഇല്ല. അപ്പം അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്, 3 കിലോഗ്രാം 200 കഴിഞ്ഞു. ഇനി 3 കിലോഗ്രാം 250 ഗ്രാംസ്. ഇതും അതേപോലെ തന്നെ 250/1000. ഇനി നമുക്ക് ഫ്രാക്ഷണൽ ഫോം എഴുതുമ്പോൾ 3 കഴിഞ്ഞിട്ട് 2 പ്ലേസ് വേണം. അപ്പോൾ 250. ഓക്കെ, 250ൽ 3.25 എന്ന് എഴുതിയാലും കറക്റ്റാണ്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യന് എന്താണ്, നെക്സ്റ്റ് നമുക്ക് 3 കിലോഗ്രാം 25 ഗ്രാംസ് ആണ്. അപ്പോൾ 3 പിന്നെ കിലോഗ്രാംസ് എന്ന് പറയുമ്പോൾ 1000 ആണ്, അതിൽ 25 ആണ്. ഇനി ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ 3 കഴിഞ്ഞിട്ട് നമുക്ക് 3 പ്ലേസ് ആണ് വേണ്ടത്, അത് 25 ഉണ്ട്. അപ്പോൾ 25 ഇവിടെ എഴുതി, ബാക്കി പ്ലേസ് നമ്മൾ 0 കൊണ്ട് ചെയ്തിട്ട് ഫില്ലാക്കുക. അപ്പോൾ 3.025. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നെക്സ്റ്റ് നോക്കൂ. 30 കിലോഗ്രാംസ്
250 grams. അപ്പോൾ നമ്മൾ 30 എഴുതി. പിന്നെ കിലോഗ്രാം വരുമ്പോൾ 1000 ആണ് വരുന്നത്, 250. ഓക്കെ, 30 250/1000. അത് നമുക്ക് കിലോഗ്രാമിൽ എങ്ങനെ എഴുതാം? നമ്മൾ 30 കഴിഞ്ഞിട്ട് നമുക്ക് 3 പ്ലേസസ് വേണം. 250 ആണ്, അപ്പം 250 നമ്മൾ എഴുതി. അപ്പോൾ 30.25 എഴുതിയാലും ശരിയാണ്, 0ന് വാല്യൂ ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് 10 ലിറ്റേഴ്സ് 750 മില്ലി ലിറ്റേഴ്സ്. ഇപ്പം 10 എഴുതി. ലിറ്റേഴ്സും മില്ലി ലിറ്റേഴ്സും നമ്മൾ കണക്ഷൻ നേരത്തെ പറഞ്ഞു 1000 ആണ്. അപ്പം 1000 750 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ എങ്ങനെ എഴുതും? അതിൽ നമ്മൾ എഴുതുന്നത് 10 കഴിഞ്ഞിട്ട് 3 പ്ലേസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 750 തന്നെ നമുക്ക് എഴുതാം. 750 ദാറ്റ് ഈസ് ഈക്വൽ ടു 10.75. ഓക്കെ, ഇവിടെ 0 വലിയ പ്രശ്നമില്ല. നമുക്ക് 10.75 എന്ന് എഴുതിയാലും നമുക്ക് ശരിയാണ്. ഓക്കെ, അപ്പം ലിറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 10 ലിറ്റേഴ്സ് 75 മില്ലി ലിറ്റേഴ്സ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം 10 ഓക്കെ 70 മില്ലി ലിറ്റേഴ്സും ആണ്. അപ്പോൾ 1000ൻ്റെ കളിയാണ്. അപ്പോൾ 1000 എഴുതി 75. ഇത് നമുക്ക് ഇനി ഫ്രാക്ഷണൽ ഫോമിൽ എങ്ങനെ എഴുതാം? 10 കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേണം? 1 2 3 സീറോസ് ആണുള്ളത്. അപ്പോൾ 3 പ്ലേസ് വേണം. അപ്പോൾ 75 നമ്മൾ ഇവിടെ എഴുതി. ബാക്കിയുള്ളത് നമ്മൾ 0 കൊണ്ട് മേക്കപ്പ് ചെയ്തു. അപ്പോൾ 10.075 ലിറ്റേഴ്സാണ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് 10 ലിറ്റേഴ്സ് 705 മില്ലി ലിറ്റേഴ്സ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 10 പിന്നെ 705 പിന്നെ 1000. ഓക്കെ, ലിറ്റേഴ്സും മില്ലി ലിറ്റേഴ്സുള്ള കണക്ഷനാണ് 1000. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറയുമ്പോൾ 10 കഴിഞ്ഞിട്ട് എത്ര 3 സീറോസ് ഉണ്ടാവും? 3 സീറോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 705 എന്ന് തന്നെ എഴുതാം. 10.705 ലിറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 100 ലിറ്റേഴ്സ് 750 മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ 100 നമ്മൾ എഴുതി. ഇവിടെ ലിറ്റേഴ്സും മില്ലി ലിറ്റേഴ്സും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് 1000 ആണ്. പിന്നെ 750 ആണ്. അപ്പോൾ 750 മേലെ എഴുതി കൊടുത്തു. 100 750/1000. ഇനി നമ്മളിത് ഫ്രാക്ഷൻ ഫോമിൽ എങ്ങനെ എഴുതും? 100.3 പ്ലേസസ് ആണല്ലേ, ഇവിടെ 3 സീറോസ് ആണ്. അപ്പോൾ 3 പ്ലേസസ് ആണ്. അതിന് കണക്കാക്കി 750 എന്ന് നമുക്ക് എഴുതാം. അത് നമുക്ക് 100.75 എന്ന് എഴുതാം. ഈ സീറോസ് നമ്മൾ കട്ട് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഈ മില്ലി ലിറ്റേഴ്സും തമ്മിലുള്ള കണക്ഷന് ഓർമ്മിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 71 പേജ് നമ്പർ 69 ആണ്. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസാണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് പേജ് നമ്പർ 74 ആണ്. 74-ലെ 2 പ്രോബ്ലംസാണ്. ഓരോ പ്രോബ്ലംസിലും ഒന്നാമത്തെ പ്രോബ്ലംസിൽ 7 എണ്ണം ഉണ്ട്. അതേപോലെ രണ്ടാമത്തേൽ 5 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ 12 കണക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് മനക്കണക്കായിട്ട് വരെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ദ ഡെസിമൽ ഫോം ഓഫ് സം നമ്പേഴ്സ് ആർ ഗിവൺ ബിലോ. ഡെസിമൽ ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ് ഈച്ച് ഓഫ് ദം ആസ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000. അപ്പോൾ ഡിനോമിനേറ്റർ 10 ആയിട്ടോ 100 ആയിട്ടോ 1000 ആയിട്ടോ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3.7 ആണ്. ഓക്കെ, അപ്പോൾ 3.7 എന്ന് പറയുമ്പോൾ 3.7 ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1 പ്ലേസ് ആണുള്ളത്. 7ൻ്റെ ഒരു പ്ലേസ് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 1 സീറോസ് വേണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. 1 സീറോ ഉള്ളത് എന്താണ്? 10 ആണ്. ഓക്കെ, 37/10. ഓക്കെ, 37 3.7 ഈക്വൽ ടു 37/10. നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ് നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള 0 ഇട്ടിട്ട് ഡിനോമിനേറ്റർ സെറ്റ് ആക്കുക. എന്നിട്ട് നമുക്കത് ഹോളായിട്ട് എഴുതാം. 37/10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3.07. ഓക്കെ, 3.07 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര വേണം? 2 സീറോസ് വേണം. 2 സീറോസ് ഉള്ളത് എന്താണ്? 100 ആണ്. എന്നിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് 307 എന്ന് കൂളായിട്ട് എഴുതാം. നമ്മുടെ ആൻസർ ഈസ് റെഡി. 307/100. ഓക്കെ, അടുത്തത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത എന്താണ്?
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 30.7. ഓക്കെ, 30.7. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? ഒറ്റ പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? ഒരു സീറോ വേണം. ദാറ്റ് ഈസ് 10 അല്ലേ? പിന്നെ നമുക്ക് 307 കൂളായിട്ട് എഴുതാം. 307/10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3.72. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1, 2. അപ്പം നമുക്ക് ആൻസറിൽ 2 സീറോസ് വേണം, അതായത് 100. എന്നിട്ട് നമുക്ക് 372/100 എന്ന് കൂളായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 37.2. ഓക്കെ, 37.2. ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥലമുണ്ട്, എത്ര സ്ഥാനമുണ്ട്, എത്ര പ്ലേസ് ഉണ്ട്? ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസറിൽ എത്ര സീറോസ് വേണം? ഒറ്റ സീറോസ് ഉള്ളൂ, ദാറ്റ് ഈസ് 10. അപ്പം 372/10 നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് 3.072. 3.072. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1, 2, 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 3 സീറോസ് വേണം, ദാറ്റ് ഈസ് 1000. ഓക്കെ, 3072. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് വൺ 30.72. ഓക്കെ, 30.72 നമുക്ക് എങ്ങനെ എഴുതാം? പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പ്ലേസസ് ഉണ്ട്? 2 പ്ലേസസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 2 സീറോസ് വേണം, ദാറ്റ് ഈസ് 100. പിന്നെ നമുക്കൊന്നുമില്ല, നമുക്ക് ഒന്നായിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, 3072/1000. സോറി, 3072/100. കാരണം 72 എന്ന് പറയുമ്പോൾ 2 പ്ലേസ് ഉള്ളു. അപ്പോൾ നമുക്ക് 2 സീറോസ് കൊടുത്താൽ മതി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊന്ന് മനക്കണക്കാക്കിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യും? പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ പ്ലേസ് ആണുള്ളത്. അപ്പം 37/10. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പം 307/100. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 307/10. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പം 372/100. ഓക്കെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ 372/10. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ 3072,000 3 പ്ലേസ് ഉള്ള കാരണം. ഇനി ലാസ്റ്റ് വണ്ണ് ഇവിടെ 2 പ്ലേസ് ഉള്ളത്. അപ്പോൾ 3072/100. വളരെ സിമ്പിളാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പ്ലേസ് നോക്കിയിട്ട് അത്രയും സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ. ഇനി നമ്മൾ നേരെ തിരിച്ചാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് വൺ 51/10 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സീറോസ് എത്ര ഉണ്ട്? ഒന്നേ ഉള്ളത്, ഒരു സീറോ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ 51 നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇവിടെ സീറോ ആണുള്ളത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടാവും? നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ സ്ഥാനമുള്ളൂ ഉണ്ടാവും. ഒരു സീറോ അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരൊറ്റ സ്ഥാനം കണക്കാക്കി കുത്തിടുക, പോയിന്റ് ഇടുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5.1. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 513/10. ഓക്കെ, 513/10. ഇവിടെ നോക്കൂ, ഒറ്റ സീറോ ഉള്ളൂ. നമ്മുടെ 513 നമ്മൾ അങ്ങനെ എഴുതാം, ഒരു സീറോ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരൊറ്റ പ്ലേസ് മാറ്റി കുത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 51.3. എത്രയാണ്? 51.3. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നോക്കൂ. 513/100 ആണ്. അപ്പോൾ ഇവിടെ 2 പ്ലേസ് 513 നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 പ്ലേസസ് മാറ്റി കുത്തണം. അപ്പോൾ 1, 2. അപ്പോൾ നമ്മുടെ പോയിന്റ് വരുന്ന ഇവിടെയാണ്. നമ്മുടെ ആൻസർ തന്നെ 5.13. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ. 513,000 ആണ് തന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് 100 ആയിരുന്നു, ഇപ്പം 1000 ആണ് തന്നിരിക്കുന്നത്. അപ്പം 3 സീറോസ് ഉണ്ട്, അതായത് പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസസ് വേണം. അപ്പം 513 നമ്മൾ അങ്ങനെ എഴുതി. 3 സീറോസ് ഉള്ള 3 പ്ലേസ് മാറ്റി കുത്തണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0.513 എന്ന് എഴുതാം. അപ്പോൾ ഒരു നല്ല ഭംഗിക്ക് 0.513 എന്ന് എഴുതിയാലും തരക്കേടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 0.513. ഓക്കെ, സെറ്റ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5130,000. ഓക്കെ, അപ്പോൾ നമ്മൾ 5130 അങ്ങനെ എഴുതി. ഇനി നമുക്ക് 3 പ്ലേസസ് ആണുള്ളത്. അപ്പോൾ 3 സീറോസ് ആണുള്ളത്. അപ്പോൾ 3 പ്ലേസ് ആണ്. 1, 2, 3. അപ്പോൾ നമ്മൾ എവിടെ കുത്തിട്ടു? 5.130. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ 74 പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം.
Anu made an 8.5 meter long festoon and Sarah made a 7.8 meters long one-to-one decorate their classroom for the school anniversary. What is the total length of the festoon they made? അപ്പം ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തോരണം തൂക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഫെസ്റ്റൂൺ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അനു ഉണ്ടാക്കി 8.5 മീറ്റർ, സാറ ഉണ്ടാക്കിയത് 7.8 മീറ്റേഴ്സാണ്. ഇവർ രണ്ടാളും കൂടിയിട്ടുള്ള ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിനെ എന്താക്കണം, ഡെസിമൽ ഫോമിൽ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 8.5 മീറ്റേഴ്സ് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം 8.5 എന്ന് പറയുമ്പം 85/10 ആണ്. അതേപോലെ 7.8 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 78/10 മീറ്റേഴ്സാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് 8.5 മീറ്റേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 85/10 മീറ്റേഴ്സ്. പിന്നെ 7.8 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 78/10 മീറ്റേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത്ത് കാണാനാണ്. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8.5 + 7.8 ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 8.5 + 7.8 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 85/10 + 78/10 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 85ഉം 78ഉം നമ്മൾ ആഡ് ചെയ്യാണ്. 5ഉം 8ഉം 5 + 8 13. ഓക്കെ, ബാലൻസ് 1 ഇവിടെ ഉണ്ട്. 1 + 8 9, 9 + 7 16. അപ്പോൾ നമ്മൾ 163/10 കിട്ടി. 163/10നെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കണം. ഇവിടെ ഒരു 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ 163ക്ക് ഒരു പ്ലേസ് മാറ്റി കുത്തിടണം. അപ്പോൾ 16.3 മീറ്റേഴ്സാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചെയ്തു. 8.5 മീറ്റേഴ്സിൻ്റെ ആദ്യം നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു 85/10. 7.8നെ 78/10ലേക്ക് മാറ്റി. എന്നിട്ട് രണ്ടും ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ വീണ്ടും ഡെസിമൽ ഫോമിലേക്ക് ആക്കി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അമൽ നീഡ്സ് 2.25 meters of cloth and Saga 1.85 meters for school uniform. How many meters of cloth in all? അപ്പോൾ അമലിന് 2.25 മീറ്റേഴ്സ് ക്ലോത്ത് വേണം, സാഗറിന് 1.85 മീറ്റേഴ്സും ക്ലോത്ത് യൂണിഫോമിന് വേണം. അപ്പോൾ രണ്ടും കൂടി എത്ര ക്ലോത്ത് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ 2.25 ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പം 2 zeros ആണുള്ളതല്ലേ, അപ്പം 225/100. ഓക്കെ, ഇനി 1.85നെ 185/100. ഇപ്പം നമുക്ക് ചെയ്ത് ഇത് ബൈ ഹാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആൻസർ നോക്കാം. ക്ലോത്ത് നീഡഡ് ഫോർ, ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത ക്ലോത്ത് നീഡഡ് ഫോർ അമലിന് വേണ്ട തുണി എത്രയാണ്, 2.25 മീറ്റേഴ്സ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു 225/10 മീറ്റേഴ്സ്. ക്ലോത്ത് നീഡഡ് ഫോർ സാഗർ 1.85 മീറ്റേഴ്സ്, 185/100. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ക്ലോത്ത് നീഡഡ് ആണ് കാണേണ്ടത്. അതിന് നമ്മൾ 2.25 + 1.85 ആണ് നമ്മൾ ചെയ്യണം. അപ്പോൾ 225/100 + 185/100. അപ്പോൾ 225നെയും 185നെയും നമ്മൾ ആഡ് ചെയ്യുക. 5 + 5 10, ബാലൻസ് 1. 1 + 2 3, 3 + 8 11, ബാലൻസ് 1. 1 + 2 3, 3 + 1 4. അപ്പോൾ 4/10/100. ഓക്കെ, 410/100 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് ഡെസിമൽ ഫോമിലേക്ക് ആവണം. അപ്പോൾ 2 zeros ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 2 zeros ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 410നെ നമ്മൾ എന്ത് ചെയ്യും, ആ 2 zeros ആണുള്ളത്. അപ്പോൾ 2 പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മൾ ഡെസിമൽ ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 4.10. ഇതെന്ന് പറഞ്ഞാൽ 4.1 എഴുതിയാലും കറക്റ്റാണ്. 4.1 മീറ്റേഴ്സാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒരു ടിന്നിൻ്റെ വെയിറ്റ് കാണാനാണ്. ഓക്കെ, എ ടിൻ വെയ്സ് 2.85 kilograms. അപ്പോൾ 2.85 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് 285/100 എന്ന് ഓടി വരണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് 12.5
കിലോഗ്രാം ഓഫ് റൈസ്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? അപ്പോൾ അതിലെന്ത് നിറച്ചു? 12.5 കിലോഗ്രാം റൈസ് നിറച്ചു. ഓക്കെ, അപ്പോൾ 125/10. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് റൈസിൻ്റെയും ടിന്നിൻ്റെയും വെയിറ്റ് എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ ടിൻ എത്രയാണ്? 2.85 കിലോഗ്രാം ആണ്. 285/100. വെയിറ്റ് ഓഫ് ദ റൈസ് എത്രയാണ്? 12.5 ആണ്, അതായത് 125/10 ആണ്. ഓക്കെ, 125/10. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത പ്രോബ്ലംസിലൊക്കെ ഇത് കറക്റ്റ് ആയിരുന്നു, ഇത് 100 ആൻസർ, ഇതും 100 ആയിരുന്നു. പക്ഷേ ഇവിടെ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ച് ഈ ഫോമിലേക്ക് 100ലേക്ക് മാറ്റണം. അപ്പോൾ 125/10നെ നമ്മൾ 100ലേക്ക് മാറ്റണമെങ്കിൽ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 10 × 10 100, 125 × 10 1250. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഈ 1250/100 എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് ചെയ്തത്? ഇവിടെ 10 ആണ്, ഇവിടെ 100 ആണ്. അപ്പോൾ രണ്ടിനെയും ഒരേപോലെ ആക്കണം. അപ്പോൾ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ 1250/100 കിട്ടി. ഇനി ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2.85 + 12.5 ആണ്. അപ്പോൾ 2.85 എന്ന് പറയുമ്പോൾ 285/100, 12.5 എന്ന് പറയുമ്പോൾ 1250/100. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1250യും 285 നമ്മൾ ആഡ് ചെയ്തു. 0 + 5 5, 5 + 8 എത്രയാണ്? 5 + 8 13 ആണ് വരിക. ബാലൻസ് 1 ഉണ്ട്. 1ഉം 2ഉം 3, 3ഉം 2ഉം 5. ഓക്കെ, 1. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് വരിക? 1535/100. അപ്പോൾ നമ്മൾ പോയിൻ്റ് എവിടെ കൊടുക്കും? ഇവിടെ 2 zeros ആണുള്ളത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് എവിടെ കൊടുക്കാം? 15.35. ഓക്കെ, 15.35 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കെ ജി എന്ന് എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രോബ്ലം? ബാക്കുൽ walks 2.25 kilometers in the morning and 1.5 kilometers in the evening every day. What is the total distance she walks every day? അപ്പോൾ ബക്കുള്ള 225 കിലോമീറ്റർ രാവിലെയും നടക്കും, 1.5 കിലോമീറ്റർ ഈവനിങ്ങിലും നടക്കും. അപ്പോൾ എത്ര കിലോമീറ്ററാണ് ഒരു ദിവസം നടക്കുന്നതെന്നാണ്. അപ്പോൾ മോർണിംഗ് വാക്കിന് 2.25 കിലോമീറ്റർ ആണ്. അപ്പോൾ 225/100. ഈവനിങ് വാക്കിന് 1.5 കിലോമീറ്റർ ആണ്. അപ്പോൾ 15/10. ഇവിടെ വ്യത്യാസം നോക്കൂ, ഇവിടെ 100ഉം ഇവിടെ 10ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15/10നെ നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 15/10നെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 × 10 100. അപ്പോൾ 15 × 10 150. അങ്ങനെയാണ് ഇവിടെ 150 കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്താ 150, ഇതെന്താ 150ക്ക് കാരണം ഇത് 100 ആണെന്ന് ഇതും 100 ആവണം. രണ്ടിനെയും നമ്മൾ ഈക്വൽ ആക്കണം. അതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കാണും 2.25 + 1.5 നമ്മൾ ചെയ്യാണ്. 225/100 + 150. അപ്പോൾ നമ്മൾ 225ഉം 150ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 375/100 ആണ് കിട്ടിയത്. അപ്പോൾ 375/100നെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 2 zeros ആണുള്ളത്. അപ്പം പോയിൻ്റ് കഴിഞ്ഞ് 2 പ്ലേസ് ആണ് വേണ്ടത്. 3.75 കിലോമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ. ഇനി ലാസ്റ്റ് പ്രോബ്ലം ആണ് ഇതിലുള്ളത്. 2 ബോട്ടിൽസിൻ്റെ ആണ്. 2 small bottle contains 0.850 liter and 0.375 liters of honey. ഹണി ആണുള്ളത് രണ്ടെണ്ണത്തിലും. ഒന്നിൽ 0.850, ഒന്നിൽ 0.375 ആണുള്ളത്. If the both bottles are emptied in large bottle, how much money does it contains? അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പുതിയ വലിയ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എത്ര ഹണി ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഹണി ഇൻ ദ ഫസ്റ്റ് ബോട്ടിൽ ഹണി 0.850 ആണ്. അപ്പോൾ 850/100 liters ആണ്. ഹണി ഇൻ ദ സെക്കൻഡ് ബോട്ടിൽ 0.375 liters ആണ്. അപ്പം 375/1000. ഓക്കെ, ഇനി ടോട്ടൽ ഹണി എന്ന് പറയുന്നത് 850ഉം 375ഉം കൂട്ടാനാണ്. അപ്പോൾ 850/1000 + 375/1000. അപ്പോൾ നമുക്ക് 850 + 375 ആണ്. ഓക്കെ, അപ്പോൾ 0 + 5 5, 7 + 5 12 ആണ്. 1 + 8 9, 9 + 3 എത്രയാണ്? 9 + 3 12 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 1,225,225/1000. ഇനി ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമാറ്റിലേക്ക് മാറ്റണം. ഇവിടെ 3 zeros ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര പോയിന്റ് വേണം? 1 2 3 1.225. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.225 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ 5 പ്രോബ്ലംസ് ആണ് ചെയ്തത്. പേജ് നമ്പർ 17 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരൊറ്റ പേജിൽ പ്രോബ്ലംസേ ബാക്കിയുള്ളൂ. പേജ് നമ്പർ 82 അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ അഡീഷൻ ആണ് ചെയ്തത്, അതിന് നമ്മൾ സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meter long is cut off. What is the length of the remaining piece? അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചാൽ അറിയാം സബ്സ്ട്രാക്ഷൻ ആണ്, മൈനസ് ആണ് ഇതിൽ നമുക്ക് വരുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് പേജ് നമ്പർ 17 നമ്മുടെ അഡീഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇതിൽ സബ്സ്ട്രാക്ഷനാണ്. ഓക്കെ, അപ്പം ഫ്രം എ റോഡ് 14 നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്സ് ഒക്കെ തന്നെയാണ്. 14.7 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് 14710 അല്ലേ? 147/10. ഓക്കെ, പിന്നെ അതേപോലെ 7.75 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര ഇരിക്കണം? 2 zeros വേണം അല്ലേ? 100. അപ്പോൾ 775. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 775/100. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എന്താണ്? ഇവിടെ 10 ആണ്, ഇവിടെ 100 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഈക്വൽ ആക്കണം, എന്നാലേ നമ്മുടെ ആൻസർ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ദ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്രിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14.7 meters മൈനസ് 7.75 meters. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 14.7 metersനെ നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് 147/10 കിട്ടി. ഓക്കെ, 7.75 metersനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 775/100 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 10 ആണ്, ഇവിടെ 100 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും 100ലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ 147നെ എന്ത് ചെയ്തു? 147/10. അതിനെ നമ്മൾ 100ലേക്ക് മാറ്റാൻ 10നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 100 കിട്ടിയ? 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 100 കിട്ടിയ. 147 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താണ്? നമുക്ക് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 1470 കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്തായി? നമുക്ക് സെറ്റായി, രണ്ടും 100 ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 1470 ഡിവൈഡഡ് ബൈ 100 മൈനസ് 775/100. ഓക്കെ, നമ്മൾ 1470നെ 775 1470 775 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ ബോറോ ചെയ്തു, 10 കിട്ടി. 10 5 പോയാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ 6 7 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ബോറോ ചെയ്തു. അപ്പോൾ 16 ആയി. 16 മൈനസ് 7 എത്രയാണ്? 9 ആണ്. ഇവിടെ പിന്നെ 3 ആണ്. 3 കൊണ്ട് നമുക്ക് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1 ബോറോ ചെയ്തു. അപ്പോൾ 13 ആയി. 13 മൈനസ് 7 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 695/100. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡെസിമൽ ഫോമിലാക്കണം. 695/100 എന്ന് പറയുമ്പം എന്താണ്? നമ്മൾ എവിടെയാണ് പോയിന്റ് ഇടുക? ഇവിടെ 2 zeros ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പ്ലേസ് കഴിഞ്ഞു, 2 പ്ലേസ് കഴിഞ്ഞു, ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. നമ്മുടെ ആൻസർ എത്രയാണ്? 6.95 meters ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് എന്താണ്? ദർ വാസ് 38.7 kilograms ഓഫ് റൈസ് ഇൻ എ സാക്ക് ആൻഡ് 12.350 kilograms ഓഫ് ദിസ് ഈസ് യൂസ്ഡ് അപ്പ്. ഹൗ മച്ച് ദ റൈസ് റിമെയിൻ ഇൻ ദ സാക്ക്? ഒരു ചാക്കിൽ 38.7 kilogram അരി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 12.350 kilogram ഉപയോഗിച്ചു. അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ബാക്കി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് മൈനസ് ചെയ്യണം, എന്നിട്ട് തിരിച്ച് ഡെസിമൽ പോയിൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം.
റിമൈനിങ് റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് എന്താണ് 38.7 കിലോഗ്രാം മൈനസ് 12.350. ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ 38.7 നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണുള്ളത്. അപ്പം 387/10. ഓക്കെ, ഇനി 12.350 നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞ് 3 പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിലും 3 പ്ലേസ് ഉണ്ട്, അതായത് 1000. അപ്പോൾ 12,350/1000. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1000 ആണ്, ഇത് എന്താണ് 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 100 കിട്ടി. അതേപോലെ 387 നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 3870 കിട്ടി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ആൻസർ എത്രയാണ്, 3870/100. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു 0 കുറഞ്ഞിട്ടുണ്ട്. അതെന്താ, നമ്മൾ 0യും കട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല, ഈക്വലാണ്. അപ്പോൾ 1235/100. ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ എന്താണ്, 38.7 നമുക്ക് 3870/100. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ 387/10 ചെയ്തു. പക്ഷേ ഇവിടെ 1000 ഉള്ളത് കൊണ്ട് നമ്മൾ 1000നെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ 100 ആയി. അപ്പോൾ 100 ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ 100 ആക്കാൻ വേണ്ടി 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 387 × 10 3870, 10 × 10 100. ഇവിടെ 12,350/1000 ആണ്. ഇവിടെ സീറോസ് എക്സസ് ആയിട്ട് വന്നു. അപ്പോൾ 2 സീറോസിനെയും കട്ട് ചെയ്താൽ അത് ഈക്വലായി. അപ്പോൾ 1235/100. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 3870/100 നിന്നും 1235/100 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ 3870 മൈനസ് 1235. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 2635/100 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലവണ്ണം മൈനസൊക്കെ ചെയ്യുക. അത് തെറ്റിയാലും നമ്മുടെ ആൻസർ മൊത്തം കൊളാവും. അതുകൊണ്ട് മൈനസും ഒക്കെ നമ്മൾ കറക്റ്റ് ബോറോ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ബോറോ ചെയ്ത് അങ്ങനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2635/100 ആണ്. ഇതിന് നമ്മൾ എന്താ ചെയ്താൽ, നമുക്ക് താഴെ എത്ര സീറോസാണുള്ളത്, 2 സീറോസാണുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്ലേസ് മാറ്റിയിട്ട് കുത്തിടണം. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്, 26.35 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 24 cm ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 6.4 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2l+b ആണ്. അതാണ് ഇവിടെ 24 എന്ന് തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് l+b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ 2l+b ആണ് 24. അപ്പോൾ l+bനെ മാത്രമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, 24/2 ദാറ്റ് ഈസ് 12. ഈ 12 എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 12 എന്ന് ലെങ്ത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ദ സം ഓഫ് 1 ലെങ്ത് ആൻഡ് 1 വിഡ്ത്ത് ഈസ് ഹാഫ് ദ പെരിമീറ്റർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, 24/2. അപ്പോൾ 12 cm. അപ്പോൾ 12 cm എന്ന് പറയുന്നത് l+b ആണ്. ഈ 12 cm അതിൽ നമുക്ക് ലെങ്ത് ഓഫ് അതർ സൈഡ് തന്നിട്ടുണ്ട്. ഏതാണ്, 6.4 cm ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്, 12 cm നിന്ന് ഈ 6.4 cm നമ്മൾ കുറയ്ക്കാണ് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം 12 cm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 12/1 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതിനെ മീറ്ററിലേക്ക് ഇവിടെ നോക്കൂ, 6.4 cm എന്ന് പറയുമ്പം ഇവിടെ 64/10 ആണ്. അപ്പോൾ ഈ 12നെ 12/1 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ 10 ആണുള്ളത്. അപ്പോൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 120/10 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 120/10 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ഇതിനെ നമ്മൾ 6.4 cm കൺവേർട്ട് ചെയ്യുമ്പോൾ 64/10 കിട്ടും. ഈ 12 എന്ന് പറയുന്നത് ബേസിക്കലി 12/1 ആണ്. അത് ഏത് നമ്പർ എടുത്താലും 30 എന്ന് പറയുമ്പോൾ 13/1 ആണ്. പക്ഷെ നമ്മൾ അത് ഇടാറില്ല. അപ്പോൾ 12/1 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെയും 10 ആക്കണ്ടേ. അപ്പോൾ നമ്മൾ 10 × 10 ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 12 × 10 120, 1 × 10 10.
ഓക്കെ, അങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി 120/10 - 64/10. അപ്പോൾ നമ്മൾ ചെയ്തു. 120നെ 64 മൈനസ് ചെയ്താൽ എത്രയാണ്? ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ കടെടുത്തു. 10ന്ന് 4 പോയാൽ 6, പിന്നെ ഇവിടെ 11 അതുകൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒന്നും കൂടി ബോറോ ചെയ്തു. 11ന്ന് 6 പോയാൽ 56. ഇപ്പോൾ 56/10 കിട്ടി. ഈ 56/10ന് ഒരു 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ കുത്തിടും? ഒരു പ്ലേസ് മാറ്റി കുത്തിടും. അപ്പോൾ 5.6 സെൻറ്റിമീറ്റർ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43? അപ്പോൾ 16.43 കിട്ടാൻ 14.32 നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് മൈനസ് ചെയ്താൽ മതി. റിക്വയർഡ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 16.43 മൈനസ് 14.32. അപ്പം 16.43 എന്ന് പറയുമ്പം എന്താ ചെയ്യേണ്ടത്? 16,1643/100. ഇനി ഇതോ 1432/100, അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1643/100 മൈനസ് 1432/100. ഓക്കെ, അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 211/100 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 സീറോസ് ആണുള്ളത്. അപ്പം നമുക്ക് 2 പ്ലേസ് മാറ്റിയിടാം. അപ്പം 2.11 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ പ്രോബ്ലംസ് ചെയ്തു. ഇനി നമുക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.